പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസാരിക്കുകയാണ്. തത്സമയം മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസ സംസ്കാരമാണ്. ആ സംസ്കാരം തിരിച്ചുപിടിച്ച് കേരളത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ നെറുകയിൽ പുനഃപ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. ആ മനസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ മികവിൻ്റെ കേന്ദ്രമാണ് വിദ്യാലയങ്ങൾ എന്നുള്ളതാണ്. തിരിച്ചും പറയാം, ഒരു വിദ്യാലയത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് അതിൻ്റെ അക്കാദമിക് മികവാണ്. അപ്പോൾ അക്കാദമിക് മികവ് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് പരസ്പര പൂരകമായി ഭൗതിക സാഹചര്യങ്ങളും വളർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം സമഗ്രമാണ് എന്നുള്ള അർത്ഥത്തിൽ അക്കാദമിക് ഇതര മേഖലകളിലും വളരെ സമഗ്രമായുള്ള സമീപനം എടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യനാക്കി മാറ്റി ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള പൗരനാക്കി തീർക്കുന്ന വിദ്യാഭ്യാസ രീതിശാസ്ത്രമാണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. അതാണ് ജനകീയ വിദ്യാഭ്യാസം. പൂർണ്ണമായിട്ടും ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സാക്ഷരതാ യജ്ഞം പോലെ, ജനകീയ ആസൂത്രണ യജ്ഞം പോലെ ഒരു വലിയ ജനകീയ യജ്ഞമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അക്കാദമിക് മികവ് ഉയർത്തുന്നതോടൊപ്പം തന്നെ കായിക രംഗത്തും കലാരംഗത്തും മറ്റെല്ലാ മേഖലകളിലും കുട്ടിയുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അതിനുവേണ്ടി സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും മാറ്റുവാനും ശ്രമിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും മാറ്റുന്നതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആക്കി മാറ്റി ആധുനിക വിദ്യാഭ്യാസത്തിന് കളമൊരുക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 8, 9, 10, 11, 12 ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും ഹൈടെക് ആക്കി മാറ്റും. തുടർന്ന് UPയും LPയും ഹൈടെക് ആക്കി മാറ്റി. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റെല്ലാം സർവകലാശാലകളും പൂർണ്ണമായിട്ടും ഹൈടെക് ആക്കി മാറ്റും. 1, 2, പരമാവധി 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ക്ലാസ്സുകളും എല്ലാ വിദ്യാലയങ്ങളും ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളായി മാറുമ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനമായി കൊച്ചു കേരളം മാറും എന്ന അഭിമാനകരമായൊരു നേട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിലാണ്. അങ്ങനെ സ്കൂളുകളെ ഹൈടെക്കാക്കി, ക്ലാസ്സുകളെ ഹൈടെക്കാക്കി, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സങ്കേതങ്ങളെല്ലാം കേരളത്തിൽ വരുമ്പോൾ മറ്റെവിടെയും ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകും എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിലൂടെ കേരളത്തിൻ്റെ ജനത ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും എത്തിപ്പെടുവാനുള്ള വലിയൊരു ലക്ഷ്യം ആണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അവിടെ പ്രാദേശികമായ സ്കൂളുകൾ മറ്റെങ്ങും കിട്ടുന്നതിനേക്കാൾ സൗകര്യമുള്ള സ്കൂളുകളായിട്ട് മാറുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആ സ്കൂളിൽ തന്നെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകണം. ഒരു സമൂഹത്തിൽ ജീവിച്ച് ആ സമൂഹത്തിൽ തന്നെ വിദ്യാഭ്യാസം നേടിയാലേ ആ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ആ പൗരന് വളരാൻ കഴിയും. ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല. ഒരു സമൂഹത്തിൽ ജീവിച്ച് മറ്റെവിടെയെങ്കിലും വിദ്യ അഭ്യസിച്ച് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം നാട്ടിലുള്ള സ്കൂൾ സ്വന്തം മക്കൾക്ക് വളരാനുള്ള സ്കൂളാണ്. ഈ സാമൂഹികാന്തരീക്ഷത്തിൽ അവരെ വളർത്തണമെന്ന ചിന്ത ജനകീയമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുകയായിരുന്നു. ഒരു തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.